ഇപ്പോൾ ഒടുവിൽ ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് ആനയെ കണ്ടാണിശ്ശേരി ഭാഗത്ത് വെച്ച് തളച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതായത് ഈ ആനയെ തളയ്ക്കാനായി എലിഫന്റ് സ്ക്വാഡും ഉൾപ്പെടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നിരവധി പാപ്പാന്മാരുൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ആനയെ ഇപ്പോൾ തളയ്ക്കാനായി സാധിച്ചിട്ടുണ്ട്. കാച്ചർ ബെൽറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ആദ്യഘട്ടത്തിൽ എല്ലാവരും തന്നെ മുൻപൊക്കെ തന്നെ ആനകളെ ഇടഞ്ഞോടിയ ആനകളെ തന്നെ തളച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ബെൽറ്റുകളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ളവയുണ്ട്. അതുകൊണ്ട് തന്നെ ആനയെ തളയ്ക്കുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ആനയെ കണ്ടാണിശ്ശേരി ഭാഗത്ത് വെച്ച് തളച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതായത് ആന ഇടഞ്ഞോടിയ ആന പല ഇടങ്ങളിലൂടെ പല ഇടവഴികളിലൂടെ ഓടുകയായിരുന്നു. പക്ഷേ ആനയെ ഇപ്പോൾ എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളും അതുപോലെ തന്നെ പാപ്പാന്മാരും ആനയെ തളച്ചു എന്നുള്ള വിവരമാണ്, ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഋഷോയ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ചിറ്റാട്ടുകരയിൽ ഉത്സവത്തിനിടെ വിരണ്ടോടിയിട്ടുള്ള ആനയെ ഇപ്പോൾ തളച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലിഷോയ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരാളുടെ മരണം സംഭവിച്ചു എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. എന്തായാലും എലിഫന്റ് സ്ക്വാഡൊക്കെ സ്ഥലത്തെത്തിയതിനു ശേഷമാണ് ആനയെ തളയ്ക്കാനായത്. ആനയെ തളയ്ക്കാനായി എന്നുള്ളത് വലിയ ആശ്വാസമാണ്. വലിയ ആശങ്കയുടെ കുറേ നിമിഷങ്ങളാണ് കടന്നുപോയത്. അതിനിടയിലാണ് ആനയെ തളയ്ക്കാൻ സാധിച്ചിരിക്കുന്നത്. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലിഷോയ് തുടരൂ. അതായത് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ആനയെ തളയ്ക്കാനായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ആനയെ തളച്ചു എന്ന് പറയുന്നു, ശരിയാണോ? അതെ, എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ നമ്മൾ ഇപ്പോൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആനയെ തളച്ചു എന്നുള്ള ഒരു വിവരമാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ആനയെ തളച്ചിട്ടുണ്ട്. എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചത്. അവരായി സംസാരിച്ചപ്പോൾ അവർ ആനയെ തളച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതായത് കൂടുതൽ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കൂടുതൽ ആളുകൾക്ക് നേരെയോ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് നേരെയോ ഒന്നും തന്നെ അപകടം അല്ലെങ്കിൽ ആക്രമണമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആനയെ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ തളയ്ക്കാൻ കഴിഞ്ഞത് വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ്. മറ്റ് അപകടങ്ങൾ ഉണ്ടായിട്ട് പക്ഷേ അതേസമയം തന്നെ 2 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ മരിച്ചു എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ആനന്ദാണ് മരിച്ചത്. ആലപ്പുഴ മുഹമ്മ സ്വദേശിയാണ്. ലിഷോ, ഇപ്പോൾ ചിറ്റാട്ടുകര ഉത്സവത്തിനിടയിലാണ് ആന ഇടഞ്ഞത്. എവിടെ വെച്ചാണ് ആനയെ തളയ്ക്കാൻ, എത്രമാത്രം ദൂരം ആന ഇങ്ങനെ വിരണ്ടോടി എന്നുള്ളതാണ്, അതിനെപ്പറ്റിയുള്ള അറിവുണ്ടോ? അതായത് ചിറ്റാട്ടുകരയിൽ നിന്ന് കണ്ടാണിശ്ശേരി ഭാഗത്തേക്കാണ് ആന ഓടിയത്. അതായത് ഏകദേശം കുറച്ചധികം ദൂരം ആന ഓടിയിട്ടുണ്ട്. ചിറ്റാട്ടുകരയിൽ നിന്നും കണ്ടാണിശ്ശേരി ഭാഗത്തേക്ക് ആനയെ ഈ ഉത്സവ തുടങ്ങിയ സമയത്താണ് ആന ഇടഞ്ഞതെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ആനയ്ക്ക് ചുറ്റുമുണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഒരുപക്ഷെ പരിക്കേൽക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ആനയെ കുളിപ്പിക്കുന്നതിനിടയിലായതിനാൽ തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. കൂടുതൽ ആളുകൾക്കൊന്നും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ അതേസമയം തന്നെ ഈ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ ആനയുടെ എല്ലാം തന്നെ 2 മുൻകാലുകളിലെ ചങ്ങലയും പൂർണ്ണമായും അഴിച്ചിട്ടിട്ടായിരിക്കും കുളിപ്പിക്കാനായി ഒക്കെ കിടത്താറുള്ളത്. അങ്ങനെ ഉള്ള ഒരു സമയത്തായതിനാലാണ് ആന ഇത്രയും ദൂരം ഓടിപ്പോകാനായുള്ളൊരു കാര്യമുണ്ടായത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ആന ഓടിപ്പോയി എങ്കിൽ പോലും മറ്റ് അപകടകരമായ സാഹചര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. മറ്റ് കൂടുതൽ ആളുകൾക്കൊന്നും തന്നെ പരിക്കേറ്റിട്ടില്ല. ആനയെ തളയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ്. ഈ ചിറക്കൽ ഗണേശൻ എന്ന് പറയുന്ന കൊമ്പനാണ് ഇപ്പോൾ നിലവിൽ ഈ ആക്രമണം നടത്തിയിരിക്കുന്നതും. ആന ഇടഞ്ഞ ആനയുടെ പേര് ചിറക്കൽ ഗണേശൻ എന്നുള്ളതാണ്. ആ ആനയാണ് നിലവിൽ ചിറ്റാട്ടുകരയിൽ വെച്ച് ഇടഞ്ഞിരിക്കുന്നത്. ഈ സാധാരണഗതിയിൽ ഈ നാട്ടാനകളെയൊക്കെ തന്നെ ഈ എഴുന്നള്ളിപ്പുകൾക്കൊക്കെ ഇറക്കുന്ന സമയത്ത് നേരത്തെ തന്നെ ഫിറ്റ്നസ് പരിശോധനയും അതുപോലെ തന്നെ ഇടയാനുള്ള സാഹചര്യമുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കാറുണ്ട്. അങ്ങനെ പരിശോധിച്ച് ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഒരു അനുമതി ലഭിച്ച ശേഷം മാത്രമാണ് ആനകളെ ഓരോ ഉത്സവങ്ങൾക്കും ഇറക്കാറുള്ളത്. പക്ഷേ അപ്പോഴും അങ്ങനെ ഇറക്കുമ്പോൾ പോലും ചില ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇവിടെ ചിറ്റാട്ടുകരയിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു പ്രാഥമിക നിഗമനം എന്നോണം എന്തിലേക്കാണ് എത്തുന്നത്? കാലാവസ്ഥ ഒരു ഘടകമാണോ? വലിയ ചൂടുള്ള ഒരു കാലാവസ്ഥയാണോ ഇപ്പോഴുള്ളത്? അപ്പോൾ ഈ ചിറക്കൽ ഗണേശൻ ഇടയാനുള്ളൊരു സാഹചര്യം അതാണ് എന്ന് കരുതാമോ? അതായത് ഏത് സാഹചര്യത്തിലാണ് ഇടയാൻ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. കാരണം അത് പല ഘടകങ്ങളുണ്ട്. ആനകളെ സംബന്ധിച്ചിടത്തോളം ആനകൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു വന്യജീവിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വഭാവങ്ങൾ ഏത് സമയത്തും മാറാനായുള്ള സാധ്യതയുണ്ട്.
അങ്ങനെ ചില ആനകൾ പ്രശ്നക്കാരാണ്. അതായത് ചില സാഹചര്യങ്ങൾ ചില ആനകൾക്ക് പറ്റാത്ത സമയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ ചൂടും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ആനകൾ ഇടയുന്ന സാഹചര്യം ഉയർത്താറുണ്ട്. അതായത് കൂടുതൽ ആനകൾ പലപ്പോഴും ഇടയാറുണ്ട് ഈ ചൂടും മറ്റുമൊക്കെ ഉയരുന്ന താപനിലയൊക്കെ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ. പക്ഷേ ഇതിപ്പോൾ എന്തായാലും കുളിപ്പിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഘടകമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ചിറക്കൽ ഗണേശൻ എന്ന ആന ഇടഞ്ഞ ഒരാളുടെ ജീവൻ നഷ്ടമായപ്പോഴും എല്ലാ ഉത്സവങ്ങളൊക്കെ നടക്കുന്നത് ഈ ചൂടുകാലത്താണ് എന്നുള്ളതും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ചിറ്റാറ്റുകര ചിറക്കൽ ഗണേശനെ ഇപ്പോൾ അവിടെ തളച്ചിട്ടുണ്ട്. പക്ഷെ തളച്ചിട്ടുണ്ടെങ്കിലും ഒരാളുടെ ജീവനെടുത്താണ് ചിറ്റാറ്റുകര ഗണേശനെ തളയ്ക്കാനായിട്ടുള്ളത്, ചിറക്കൽ ഗണേശനെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. ആനന്ദ് ബഹുമാ സ്വദേശിയായിട്ടുള്ള ആനന്ദിനാണ് ജീവൻ നഷ്ടമായത് ആനയുടെ കുത്തേറ്റ്.